ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൊറിയാണ്ടർ ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 300 ഗ്രാം മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വയ്ക്കാം. 250 ഗ്രാം തൈരും കൂടി വേണം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കൊറിയാണ്ടർ സീഡും അതേപോലെ ഒരു 3-4 ക്ലോവ്സ് ഗാർലിക്കും നമുക്ക് എരിവിനനുസരിച്ച് ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. 4 ഗ്രീൻ ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചാൽ മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ മല്ലിയിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. മല്ലിയിലുള്ള വെള്ളം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ തൈരിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് കൊറിയാണ്ടർ സീഡിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ കറിക്ക്. നമ്മുടെ മല്ലിയിലുള്ള വെള്ളം ഫുള്ള് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ചൂടോടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളറ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അഥവാ ചൂടോടെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സി ജാറിലോട്ട് അല്പം ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സഡ് ജാറിലോട്ട് 250 ഗ്രാം തൈരാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊറിയാണ്ടറിൻ്റെ മിക്സും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചൂടോടെയാണ് നമ്മളിത് പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്താക്കിയിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഒരു ബോളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാവൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഒരു ഗ്രീൻ കളർ കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഫൈനായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കൊറിയാണ്ടർ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊറിയാണ്ടർ സീഡിൻ്റെ ഫ്ലേവറാണ് നമുക്ക് ഈ കറിക്ക് മുന്നോട്ട് നിൽക്കേണ്ടത്. മീഡിയം സൈസ് 2 ഉള്ളിയാണ് നമ്മൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2-3 ഗ്രീൻ ചില്ലിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചില്ലി പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അല്പം നേരം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്പം നേരം ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്താൽ നന്നായിരിക്കും. ചിക്കനിലുള്ള ഒരല്പം വെള്ളമൊന്ന് ഡ്രൈ ആകും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാലയായിട്ട് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറാണ് ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരല്പമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളർ മാറിപ്പോകും. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കതിലോട്ട് ചിക്കൻ ഹാഫ് കുക്ക് ചെയ്യാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒരു അല്പനേരം കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ മസാല കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കൊറിയാണ്ടർ പേസ്റ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതേപോലെ കൊറിയാണ്ടർ പേസ്റ്റൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമുക്കൊരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല തിക്കാവും നമ്മുടെ കറി. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ കുക്കാവുന്ന വരെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മളിത് ഏകദേശം 10 മിനിറ്റ് കുക്ക് ആക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലോട്ട് ഒരല്പം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഫിനിഷിങ്ങിൽ നമ്മൾ ഒരല്പം നെയ്യും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യൊക്കെ ഓപ്ഷനിലാണ്. നെയ്യും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഫ്ലേവേർഡ് റൈസോ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്കൊരല്പം മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെർവിങ് ബോളിലോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.